ഈ 2 ദിവസം മുമ്പ് ട്രിവാൻഡ്രത്തൊരു ഫിലിം കോൺക്ലേവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ ചില പരാമർശങ്ങൾ നടത്തിയതായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. ഞാനും അത് സോഷ്യൽ മീഡിയയിൽ പത്രത്തിലൊക്കെ കാണാനിടയായി. അടൂർ ഗോപാലകൃഷ്ണൻ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു സംവിധായകനാണ്. അദ്ദേഹം അനേകം നല്ല നല്ല പടങ്ങൾ ചെയ്യുകയും പടങ്ങൾ സംവിധാനം ചെയ്യുകയും പല പല അവാർഡുകൾ, ഫാക്കെ അവാർഡ് പോലുള്ള അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരാളാണ്. പക്ഷെ അങ്ങനെ ഒരാൾ ഇങ്ങനൊരു അഭിപ്രായം പറയുക എന്നുള്ളത് എന്നെപ്പോലെ ഒരാൾ എനിക്കൊരു വളരെ അതിശയകരമായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേക ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ഫിലിം പോലെയുള്ള സംവിധാനം അതൊരു കല മാത്രമല്ല, ഫിലിം എന്നൊരു വലിയൊരു മീഡിയ, വളരെ പവർഫുള്ളായിട്ടൊരു മീഡിയയാണ്. ആ മീഡിയ ജസ്റ്റ് ഫിലിം മേക്കേഴ്സ് ഫിലിം പിടിക്കുന്നതെന്ന് മാത്രമല്ല, ജനങ്ങളെല്ലാവരും എന്നും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന, അത് കാണുന്നതിനും ഫിലിം പിടിക്കുന്നതിനും ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റും ഇന്നുള്ളത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ഇത്രയും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു സംവിധായകൻ ഞാൻ പറഞ്ഞിരിക്കുന്ന പരാമർശം പോലുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കാനിടയായി. നമ്മുടെ അടുത്ത കാലത്ത് നമ്മുടെ ഗവൺമെൻറ് അവർക്ക് ചില പ്രിവിലേജുകളും ചില പ്രയോറിറ്റികളൊക്കെ വെച്ച് അവരെങ്ങളെ കൂടി ഈ ഫീൽഡിലേക്ക് SC/ST വിഭാഗത്തിൽപ്പെട്ട ഫിലിം പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയും അതുപോലെ സമൂഹത്തിനകത്ത് സ്ത്രീകൾക്കും ചില പ്രയോറിറ്റികൾ കൊടുത്ത് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉദ്യമമാണ് നമ്മൾ കണ്ടത്. അത് വളരെ നല്ലൊരു ഉദ്യമമാണ്. അതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ SC/ST വിഭാഗത്തിൽ നിന്നും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഒരു ഫിലിം പിടിക്കുന്നത് അല്ലെങ്കിൽ ഓരോ ഫിലിം പിടിക്കുന്നതിന് വേണ്ടി ഏകദേശം 1.5 കോടി രൂപയോളം കൊടുക്കാൻ തീരുമാനിച്ചതായിട്ട് നമ്മൾ കണ്ടു. അത് വളരെ നല്ല കാര്യമാണ്. ഗവൺമെന്റിനെ പോലുള്ള ഒരു സമൂഹത്തിനകത്തുള്ള സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സഹായഹസ്തം വെച്ച് നീട്ടുന്നത് വളരെ സഹായമാണ്. പക്ഷേ ആ സഹായം, അതിനുള്ള സഹായം കൊണ്ട് അവർ മുൻനിരയിലേക്ക് വരികയും അവർ പ്രോത്സാഹിക്കപ്പെടുകയും അവർക്ക് കഴിവുകൾ കൂടുതലായിട്ട് വികസിക്കുന്നതിന് കാരണമാകുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഫിലിമിലൂടെയും അല്ലെങ്കിൽ ഫിലിം എന്ന മീഡിയയിലൂടെയും സമൂഹത്തോടും ലോകത്തോടും വിളിച്ചു പറയുന്നുള്ള ഏറ്റവും നല്ല ഒരു സഹായമാണ് ഈ പറയുന്ന ധനപരമായ സഹായം. പക്ഷെ അത് അടൂർ ഗോപാലകൃഷ്ണന്റെ ഒരു അഭിപ്രായത്തിനകത്ത് ഈ 1.5 കോടി രൂപ വളരെ കൂടിപ്പോയി എന്നുള്ളതാണ്. അത് കൂടുതലാണ്. അവർക്ക് ആ 1.5 കോടി കൊടുത്താൽ അഴിമതി വരുമെന്നും ദൂർത്ത് വരുമെന്നും അല്ലെങ്കിൽ പാഴായി പോകും എന്നുള്ളൊരു വേവലാതി അടൂർ ഗോപാലകൃഷ്ണൻ. അതുകൊണ്ട് ആ വിഭാഗത്തിലുള്ള ആളുകൾക്ക് എന്താണ് ഈ 1.5 കോടി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്തിട്ട് ഫിലിമിനെ കുറിച്ച് അതിൻ്റെ മെത്തേഡും ടെക്നിക്സും അതിൻ്റെ പ്രൊസീജിയറെല്ലാം മനസ്സിലാക്കി നല്ല ഫിലിം പിടിക്കുന്നതിന് കഴിവുള്ള ആളുകളാക്കി മാറ്റിയിട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥകളായിട്ട് മാറ്റിയതിന് ശേഷം ഈ 1.5 കോടി കൊടുക്കണം എന്നുള്ളതാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു അഭിപ്രായം. അതിൽ 1.5 കോടി കൊടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അത് ഒരു ആശാവായിട്ട് തോന്നുന്നില്ല. ഈ 1.5 കോടി ഡിവൈഡ് ചെയ്തിട്ട് 50 ലക്ഷം രൂപ വെച്ച് ഓരോ ഉദ്യോഗാർത്ഥിക്കും കൊടുത്താൽ മതി എന്നുള്ളതാണ്. 50 ലക്ഷം കൂടുതലാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ 50 ലക്ഷം പോലും ഉണ്ടാകുന്നില്ല എന്ന് പറയാം. അപ്പോൾ ഈ 1.5 കോടി എന്ന് പറയുന്നത് 50 ലക്ഷമാക്കി മാറ്റുക എന്നുള്ളത് അത് ഗോപാലകൃഷ്ണൻ്റെ വളരെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വരുന്നതാണ്. ഞാൻ പറയുന്നത് ഇന്നെന്നുണ്ടെങ്കിൽ ഒരു ഫിലിം പിടിക്കുന്നത്, ഫിലിം പ്രൊഡ്യൂസേഴ്സിലെ കണക്കുകളൊക്കെ പറയുന്നത് 3 കോടി മുതൽ 5 കോടി വരെ സാധാരണ ഫിലിമിനും, വലിയ ഫിലിമിന് ഇപ്പോൾ 5 കോടി 10 കോടി വരെ ഫിലിമിൻ്റെ റേറ്റുകളൊക്കെയാണ് പറഞ്ഞത് പ്രൊഡക്ഷൻ വേണ്ടി. ഇങ്ങനത്തെ വലിയ കണക്ക് പറയുന്നിടത്തിൽ ഈ 1.5 കോടി എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ തുകയായിട്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ കോൺടെസ്റ്റിൽ
എനിക്ക് പറയാനുള്ളത് 50 ലക്ഷം രൂപയാണെങ്കിലും 1.5 കോടിയാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു നല്ല കാഴ്ചപ്പാട്. അത് അവർക്ക് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് അതിന് തടസ്സമുണ്ടാകാതെ ഇരിക്കുക എന്നുള്ളതാണ് എനിക്കൊരു അഭിപ്രായം. അത് ഈ പിന്നാക്ക വിഭാഗ SC/ST വിഭാഗക്കാരാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും അവർക്കും ഈ പറയുന്ന 1.5 കോടി കൊടുക്കാൻ തീരുമാനിച്ചത് അങ്ങനെ തന്നെ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം അവർ നന്നായിട്ടാണോ പടം പിടിക്കുന്നത്, അതിൻ്റെ പ്രൊസീജിയറും ടെക്നിക്സും മെത്തേഡും അനുസരിച്ചാണോ പടം പിടിക്കുന്നത്, അല്ലെങ്കിൽ ഫിലിം പിടിക്കുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ അനുസരിച്ച് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അതാർക്കും കുറേ കൂടെ ആശാവാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ നമ്മൾ ഈ കൊടുക്കാനുള്ള തീരുമാനത്തിനിടയ്ക്ക് എന്താണ് മറ്റു ചില തീരുമാനങ്ങൾ വരിക, അഭിപ്രായങ്ങൾ വരിക, അത് ഈ ധനം ഈ പറയുന്ന ജനങ്ങളിലേക്ക് എത്തുന്നതിന് തടസ്സമായി വരാൻ സാധ്യതയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാണുകയും അത് വേണ്ട രീതിയിൽ പരിഗണിക്കുകയും വേണ്ട രീതിയിൽ അത് നമ്മൾ ശ്രദ്ധയിലെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം എന്നുണ്ടെങ്കിൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന അഭിപ്രായം, സ്ത്രീകളും നമ്മൾ ഈ പറയുന്ന പിന്നാക്കാവസ്ഥയിൽ ജീവിക്കുന്ന ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്കും ഈ പറയുന്ന പോലെ ചില പ്രിവിലേജുകളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് അവരെയും ഈ പറയുന്ന സിനിമ മീഡിയയിലേക്ക് അല്ലെങ്കിൽ സിനിമ ഫിലിം ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നതിനും അവർക്കും പ്രാപ്തികളും കഴിവുകളും ഉണ്ടാകുന്നതിനും ഗവൺമെൻറ് ചെയ്യുന്ന ഈ ഒരു ധനസഹായം വളരെ സഹായകരമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊരു എന്ത് കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരെ സഹായിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അവരെ കൂടെ കൊണ്ട് അവരെ വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോരുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ രീതിയിലും എന്ത് സഹായം ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതുകൂടാതെ മറ്റൊരു അഭിപ്രായം അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, ഈ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരക്കാരുടെ ചില ഫിലിമിനകത്തുള്ള അല്ലെങ്കിൽ ജനങ്ങളിലുള്ള അല്ലെങ്കിൽ ആർട്ടും ഫിലിം ഇഷ്ടപ്പെടുന്ന ചില അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ചില ആളുകളുടെ സ്വകാര്യമായ ഇടപെടലാണ്. അല്ല അവരുടെ താല്പര്യങ്ങൾ മാത്രം, അവരുടെ കഴിവുകൾ മാത്രം, അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള ആർട്ട് അതുപോലെ ഉള്ള താല്പര്യങ്ങൾ മാത്രം പ്രകടിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇതിനകത്തുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. പിന്നെ മറ്റൊരു അഭിപ്രായം അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പ്രേക്ഷകരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അഭിപ്രായം അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഈ ഫിലിം എന്ന് പറയുന്നത് ഞാൻ ഇച്ചിരി പറയൂലേ, അത് വെച്ചിട്ട് ഒരു പ്രത്യേക വർഗക്കാരുടെ ചില ക്രിയേറ്റീവായിട്ട് ഐക്യം കൂടിയ ആളുകളുടെ അങ്ങനെയുള്ള ഒരു സ്വകാര്യ അഹങ്കാരം പോലെ ചെയ്യാനുള്ളതാണ്. അത് അവർക്കത് ആസ്വദിക്കാനുള്ളതാണ്, അവർക്ക് എൻഗേജ് ചെയ്യാനുള്ളതാണ്, അവർക്ക് അഭിപ്രായം പറയാനുള്ളതാണ്, അവർക്ക് അവരുടെ സാംസ്കാരികമായ കൂട്ടായ്മയിലൂടെ അവർക്ക് ജനങ്ങളിലേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുള്ളതാണ്. അങ്ങനെയൊരു നമ്മൾ ഒരു പഴയ കാലത്ത് പറയുന്ന പോലെ ഒരു ബുദ്ധിജീവി സങ്കല്പങ്ങൾ അതിനകത്ത് ഇഴുകിച്ചേർത്ത് ചില ഐക്യു ഉള്ളവർക്ക് മാത്രം, ചില ക്രിയേറ്റീവ് ഐക്യു മാത്രമുള്ളവരാണ് അതിൽ പങ്കെടുക്കേണ്ടതെന്നുള്ള ചില പരാമർശങ്ങൾ ഞാൻ എത്തിയിട്ടുണ്ട്. അതത്ര ഒരു ഇന്നത്തെ ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ നമ്മൾ വളരെ വളരെ മുന്നോട്ട് പോയി. ഇന്നത്തെ ഡെമോക്രാറ്റിക് ആശയങ്ങളും സാമൂഹികമായ ആശയങ്ങളും സയൻസ് ആൻഡ് ടെക്നോളജിയും പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും ലോകത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്ത് ഇങ്ങനെ ഒരു തരം പറയുന്ന ചില ഇടുങ്ങിയ ചില കാഴ്ചപ്പാടുമായിട്ട് നമ്മൾ സമൂഹമായിട്ട് ബന്ധപ്പെടുന്നത് അതത്ര ആശാവഹമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഫിലിം കോൺക്ലേവ് പോലെയുള്ള ഒരു മീറ്റിങ്ങിനകത്ത് പുഷ്പലതയെ പോലുള്ള ആളുള്ള അഭിപ്രായം പറയാൻ പാടില്ല.
സാധാരണ ആളുകളെ പോലുള്ള ആളുകൾ അവിടെ ചാലക്കമ്പോളത്തിൽ നിന്ന് വരുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഭാഷയിൽ പറയും പോലെ എന്താണ് ഈ അണ്ടനും അടവടനും എന്നൊക്കെ പറയും പോലെ ഇങ്ങനെയുള്ളവരൊന്നും അഭിപ്രായം പറയാൻ പാടില്ല. അങ്ങക്ക് അഭിപ്രായം പറയാനുള്ള സ്ഥലമല്ല ഈ കോൺക്ലേവ് എന്നുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു പിന്തിരിപ്പം, പഴയ കാലത്തുള്ള പിന്തിരിപ്പം ആശയങ്ങൾ ഇക്കാലത്തും വെച്ചുകൊണ്ട് നടക്കുന്നത് ഒരാശാവഹമായ ഒരു കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് നമ്മൾ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള, വളരെ ഫോർവേഡ് ആയിട്ടുള്ള ഒരു വളരെ ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ഒരു പൗരൻ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും എല്ലാ വിഷയങ്ങളെയും കുറിച്ചും, അത് ഫിലിമായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, സയൻസ് ആൻഡ് ടെക്നോളജി ആകട്ടെ, നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ ബാധിക്കുന്ന, നമ്മുടെ ചുറ്റുപാടുകളെ ബാധിക്കുന്ന ഏതെല്ലാം ഫീൽഡാണ്, അത് ഫിലിമാകാം, അല്ലെങ്കിൽ അത് പൊളിറ്റിക്സ് ആകാം, അത് സോഷ്യലാകാം, അത് ഇക്കണോമിക്കലാകാം, അല്ലെങ്കിൽ അതുപോലെ എന്ന് വേണ്ട അത് കൾച്ചറലാകാം, എന്ന് വേണ്ട എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് ഇന്ത്യയിലെ ഓരോ പൗരനുമുണ്ട്. ആ ഓരോ പൗരനും ഇങ്ങനെയുള്ള വേദികളിൽ വരികയും അഭിപ്രായം പറയുകയും വിമർശിക്കുകയും അല്ലെങ്കിൽ ഇടപെടുകയും ചെയ്യുന്നത് അത് ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആൾക്ക് ചില അസഹിഷ്ണുതകൾ ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ, ജനങ്ങൾക്കെതിരെയുള്ള പരാമർശങ്ങൾ, അല്ലെങ്കിൽ എന്താണ് സാധാരണ ആളുകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ, അത് ശരിയായൊരു രീതിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ പ്രത്യേകിച്ച് ഫിലിം പോലെയുള്ള എന്താ പറയുന്നത് ഫിലിം പോലെയുള്ള ക്രിയേറ്റീവ് ഫീൽഡ് വളരെ അനുദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും അതിനകത്ത് സ്പേസ് ഉണ്ടാവുക, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവുക, എല്ലാവർക്കും ഇടപെടുന്നതിനുള്ളൊരു ഒരു സ്പേസ് ഉണ്ടാവുക, ഇതെല്ലാം ഇന്നത്തെ കാലത്തെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ കോൺക്ലേവുമായിട്ട് ബന്ധപ്പെട്ട് അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആൾ പറഞ്ഞിരിക്കുന്ന ചില ആശയങ്ങളും അത് അർഹിക്കുന്ന എന്താണ് രീതിയിൽ തന്നെ തള്ളിക്കളയണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.